നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ 10 പേർക്ക് പരിക്കേറ്റു. പഴയങ്ങാടി ഭാഗത്തു നിന്ന് മാട്ടൂരിലേക്ക് പോകുന്ന ബസ്സും മാട്ടൂരിൽ നിന്ന് പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊല്ലം അഞ്ചലിൽ KSRTC ബസ്സിന് തീപിടിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോയ ബസ്സിനാണ് തീപിടിച്ചത്. ബൈക്ക് യാത്രികന്റെ സംയോജിതമായ ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവായത്. പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ട ബൈക്ക് യാത്രികനാണ് ബസ് ഡ്രൈവറെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് യാത്രക്കാരെ മുഴുവൻ പുറത്തിറക്കി സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്ന് അഗ്നിശമന ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തീയണച്ചു. ബസിന്റെ ഡീസൽ ടാങ്കിന് ചോർച്ചയുണ്ടായിരുന്നതായി കണ്ടെത്തി. അഞ്ചൽ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. കോഴി മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ജില്ലയിലെ ആദ്യത്തെ റെൻഡറിംഗ് യൂണിറ്റ് പാറത്തോട് അഞ്ചലവിൽ പ്രവർത്തനം ആരംഭിച്ചു. തദ്ദേശീയ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. റെൻഡറിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചതോടെ കേരളത്തിൽ കോഴി മാലിന്യങ്ങൾ മൂലം വഴി നടക്കാൻ കഴിയാതിരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നതായി അദ്ദേഹം പറഞ്ഞു. ടൺ കണക്കിന് കോഴി മാലിന്യങ്ങൾ വഴിനീളം നിക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് സർക്കാർ റെൻഡറിംഗ് പ്ലാന്റുകൾ സ്ഥാപിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ തകരാർ പരിഹരിച്ചു. ഹൈഡ്രോളിക് സംവിധാനത്തിൻ്റെയും ഓക്സിലറി പവർ യൂണിറ്റിൻ്റെയും തകരാറാണ് പരിഹരിച്ചത്. എഞ്ചിൻ്റെ കാര്യക്ഷമതയും പരിശോധിച്ച് ഉറപ്പുവരുത്തി. തകരാർ പരിഹരിച്ചതോടെ ഈ മാസം 20-ന് ശേഷം തിരികെ പറക്കാൻ ഒരുങ്ങുകയാണ് വിമാനം. ഇതിനായി ബ്രിട്ടീഷ് നാവികസേന മേധാവിയുടെ നിർദ്ദേശം കാത്തിരിക്കുകയാണ്. ബഹ്റൈനിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ കുഴഞ്ഞു വീണ് യുവാവ് മരിച്ചു. മലപ്പുറം മുത്തനത്താണി സ്വദേശി നയത്തൂർ മുഹമ്മദ് അഫ്സൽ ആണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ബഹ്റൈനിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ വിമാനത്തിൽ വെച്ചാണ് അഫ്സലിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതും കുഴഞ്ഞു വീണതും. വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറക്കിയ ശേഷം അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കർണാടകയിലെ ബെൽഗാവി ജില്ലയിൽ വിവാഹത്തിന് ശേഷമുള്ള അത്താഴ വിരുന്നിനിടെ ഒരു കഷ്ണം ചിക്കൻ കൂടി ആവശ്യപ്പെട്ടതിന് യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയതായി പരാതി. വിത്തിൽ ഹുർഗോപ്പ് എന്നയാളാണ് വിനോദ് മലഷെട്ടി എന്നയാളെ കൊലപ്പെടുത്തിയതായി പരാതി. ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്ന വിത്തിൽ ഹുർഗോപ്പിനോട് വിനോദ് കൂടുതൽ ചിക്കൻ ആവശ്യപ്പെട്ടതായും ഭക്ഷണം വളരെ കുറവാണെന്ന് വിനോദ് പരാതിപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇത് തർക്കത്തിലേക്ക് നയിക്കുകയും വിനോദും വിത്തലും തമ്മിൽ തല്ലുണ്ടാകുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ വിത്തൽ ഉള്ളി മുറിക്കാനായി ഉപയോഗിക്കുന്ന അടുക്കളക്കത്തി ഉപയോഗിച്ച് വിനോദിനെ കുത്തി. അമിത രക്തസ്രാവം മൂലം വിനോദ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും മിന്നൽ പ്രളയം. തിങ്കളാഴ്ച രാത്രിയിലെ കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു മിന്നൽ പ്രളയം. അടിയന്തര സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞു. ന്യൂജേഴ്സിയിലെ പ്ലെയിൻഫീൽഡിലെ സിഡാർ ബ്രൂക്കിന് കുറുകെയുള്ള ചെറിയ പാലത്തിൽ നിന്ന് ഒഴുകിപ്പോയ കാറിലുണ്ടായിരുന്ന 2 പേർ മരിച്ചു. ഇവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.